ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആണ്. പോട്രോണിക്സ് പുറത്തിറക്കിയിട്ടുള്ള ബബിൾ പ്രോ എന്ന് പറയുന്ന ഒരു വയർലെസ് കീബോർഡാണിത്. 2.4 GHz വയർലെസ് കണക്ഷനും ബ്ലൂടൂത്ത് 5.3യും ഇത് സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് കമ്പ്യൂട്ടറിലാണെങ്കിലും ലാപ്ടോപ്പിലാണെങ്കിലും മൊബൈൽ ഫോണിലാണെങ്കിലും പ്രൊജക്ടറിലാണെങ്കിലും ഒക്കെ ഇത് വളരെ ഈസി കണക്ട് ചെയ്യാൻ സാധിക്കും. ഈ ഒരു കീബോർഡിൻ്റെ കൂടെ തന്നെ ഇതിലൊരു ടച്ച് പാഡ് ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് മൗസ് പോലെ ഉപയോഗിക്കാനും സാധിക്കും. ലാപ്ടോപ്പിലേക്ക് വരുന്ന പോലെ തന്നെയാണ്. സ്മാർട്ട് ടി വി ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് ടൈപ്പ് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് വരുന്നുണ്ട്. റിമോട്ട് കൺട്രോളിൽ ചിലപ്പോൾ അത് വളരെ പ്രയാസകരമായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഇത് വളരെയധികം ഈസിയാണ്. അതുപോലെ തന്നെ പ്രൊജക്ടറൊക്കെ PC-യിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നവരുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ടൈപ്പ് ചെയ്യാൻ വളരെയധികം എളുപ്പമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കീബോർഡുകളാണ് വയർലെസ് ആയിട്ടുള്ളത്. അതോടൊപ്പം ഇതുപോലെ മൗസിൽ വരുന്നതാണെങ്കിൽ വളരെ ഈസി ആയിരിക്കും. നമ്മൾ എവിടെ ഇരുന്നാണോ കാണുന്നത് അവിടെ ഇരുന്ന് തന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാനും സെർച്ച് ചെയ്യാതെ എടുത്ത് കാണാനും ഒക്കെ സാധിക്കും. ഈ ഒരു പ്രോഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് 1 ഇയർ വാറണ്ടി വരുന്നുണ്ട്. ബോക്സ് തുറക്കുമ്പോൾ ആദ്യം ഇതിൻ്റെ ഒരു യൂസർ മാനുവൽ കാണാൻ സാധിക്കും. 1 ഇയർ വാറണ്ടി ഈ ഒരു പ്രോഡക്റ്റിന് കമ്പനി നൽകുന്നുണ്ട്. ഇത് കമ്പ്യൂട്ടറിലായിട്ട് കണക്ട് ചെയ്യുന്നതിന് വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല. നോർമലി നമ്മളൊരു ബ്ലൂടൂത്ത് ഡിവൈസ് ഫോണിലോ ലാപ്ടോപ്പിലോ ഒക്കെ പെയർ ചെയ്യുന്നത് പോലെ തന്നെ വളരെ ഈസിയാണ്. കണക്ട് ചെയ്ത് കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക്കലി അത് പെയർ ആയിക്കൊള്ളും. ഇതിനോടൊപ്പം തന്നെ ഒരു USB ടോങ്കിൾ കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ ലാപ്ടോപ്പിലാണെങ്കിലും ഡെസ്ക്ടോപ്പിലാണെങ്കിലും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് കണക്റ്റ് ആവും. ഫോണിലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് ബ്ലൂടൂത്ത് വഴി ഇത് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇതൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 180-200 ഗ്രാമിനകത്തൊക്കെ ഇതിനുള്ള ഒരു വെയിറ്റ് വരത്തുള്ളൂ. എന്നാൽ അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി കമ്പനി ഇതിന് നൽകിയിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും നല്ലൊരു ക്വാളിറ്റി കിട്ടുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇതൊരു ഫുൾ സൈസ് കീബോർഡാണ്. സാധാരണ കീബോർഡ് കാണുന്നത് പോലെ തന്നെ ഇതിൽ നമുക്ക് QWRTY എന്നിങ്ങനെ കീകൾക്കൊപ്പം മുകളിൽ ഫംഗ്ഷൻ കീകളും നൽകിയിട്ടുണ്ട്. ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇതിന് അത്യാവശ്യം നല്ല ഫീല് കിട്ടുന്നുണ്ട്. ചെറിയൊരു സൗണ്ട് കേൾക്കാം, എന്നാൽ വലിയൊരു ഒച്ചയൊന്നുമില്ല. ഇത് നമുക്ക് വിൻഡോസിലും ആൻഡ്രോയിഡിലും iOS-ലും ഒക്കെ കണക്ട് ചെയ്യാൻ സാധിക്കും. ഏതിലാണോ കണക്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് കീബോർഡിലെ മോഡ് മാറ്റിക്കൊടുക്കാനുള്ള ഓപ്ഷൻസും ഇതിൽ തന്നെ നൽകിയിട്ടുണ്ട്. വലതുഭാഗത്ത് വരുന്ന ടച്ച് പാഡ് വഴി നമുക്ക് മൗസ് പോലെ തന്നെ ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ലെഫ്റ്റ് റൈറ്റ് ക്ലിക്ക് ബട്ടണുകളും ഉണ്ട്. വലിയ ഒച്ചയൊന്നുമില്ല, വളരെ സൈലൻ്റ് ആണ്. എന്നാൽ നമുക്കത് അറിയാനും സാധിക്കും ക്ലിക്ക് ചെയ്യുന്നത്. ബാറ്ററി ഇടുന്നതിൻ്റെ പ്രകോശത്താണ്. AAA ബാറ്ററി 2 ഇതിൽ ഇടേണ്ടത്. എന്നതിനോടൊപ്പം ഇൻബിൽറ്റായിട്ട് വരുന്നില്ല ബാറ്ററി. നമ്മളത് പ്രത്യേകം വാങ്ങിച്ച് ഉപയോഗിക്കണം. ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നിലായിട്ട് തന്നെ ഒരു ഓൺ ഓഫ് സ്വിച്ചും വരുന്നുണ്ട്. സ്വിച്ച് ഓൺ ആക്കി കഴിയുമ്പോൾ ഇതിലൊരു LED 2 സെക്കൻഡ് ബ്ലിങ്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് കീബോർഡ് ഓൺ ആയി എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു ഡിവൈസിൽ കണക്ട് ചെയ്യുമ്പോൾ ആദ്യം ബ്ലൂടൂത്ത് വഴിയാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ F1+ ബ്ലൂടൂത്ത് കീ പ്രസ് ചെയ്യണം. മൊബൈലുമായിട്ട് പെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പെയറിംഗ് മോഡിലേക്ക് മാറ്റാൻ ഫംഗ്ഷൻ കീയും C കീയും ഒന്നിച്ച് അമർത്തിയാൽ മതി. ഇതെല്ലാം യൂസർ മാനുവലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. വളരെ ഈസിയാണ്. അതുപോലെ തന്നെ നമ്മൾ ABCD ലെറ്റേഴ്സ് ഒക്കെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമ്പറുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് F1 കീയും അതുപോലെ തന്നെ നമ്പർ ലോക്ക് കീയും പ്രസ് ചെയ്താൽ മതി. ഒന്നിച്ച് പ്രസ് ചെയ്യണം. അപ്പോഴേക്കും നമുക്ക് ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. നമ്പർ ലോക്ക് ആയിക്കൊള്ളും. ഇതെല്ലാം വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇതിൽ പവർ സേവിങ് ഫീച്ചർ ഉണ്ട് എന്നതാണ്. നമ്മളൊരു 10-15 മിനിറ്റൊക്കെ ഉപയോഗിക്കാതെ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സ്ലീപ്പ് മോഡിലേക്ക് പോകും. പിന്നീട് ഏതെങ്കിലും ഒരു കീയിൽ പ്രസ് ചെയ്യുമ്പോൾ വീണ്ടും പഴയതുപോലെ ഓണാകും. അപ്പോൾ ഇതുകൊണ്ട് ബാറ്ററി കുറച്ച് ലാഭിക്കാൻ സാധിക്കും. എന്നാൽ ബാറ്ററിയുടെ ലൈഫ് കുറച്ചുകൂടെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാത്ത സമയത്ത് ഓഫ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ സ്മാർട്ട് TVയോ ലാപ്ടോപ്പോ അതല്ല പ്രൊജക്ടറോ മൊബൈൽ ഫോണോ എന്തെങ്കിലും കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു കീബോർഡ് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നിങ്ങൾക്ക് ഇത് വാങ്ങാൻ സാധിക്കും. ഡിസ്ക്രിപ്ഷനിൽ പോയി ലിങ്ക് ചെക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്.